എക്സ്പീരിയൻസ് നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നാട്ടോ. നിനക്ക് അവിടെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? അങ്ങനായിട്ട് ഒരൊറ്റ ദിവസം മതി. കയറി വരുമ്പോഴേക്കും മതിയാണ്. നാട്ടിലുള്ള ഫ്രണ്ട്സും കൂടെ അങ്ങനെ വിചാരിക്കണ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് വരുന്നത് പക്ഷെ നമ്മൾ ചങ്ക് പോലെ ക്യാഷിൻ്റെ മരം പിടിച്ച് നാട്ടിലുള്ള എല്ലാ ഞാൻ എൻ്റെ ഒരു പേഴ്സൺ നിങ്ങളോടൊരു കാര്യം വന്നതാണ്. അത് എത്ര പേർക്ക് അത് സ്വന്തം ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ എനിക്കിതെന്തോ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു ഓൺ വോയിസ് ആയിട്ട് പറയുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ യൂറോപ്പിലോട്ടൊക്കെ ആദ്യമായിട്ട് വരുമ്പം ആ ടൈമിൽ നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിവിടെ എത്തിക്കഴിയുമ്പോഴും അവർ വിളിച്ച് ചോദിക്കും അവിടുത്തെ വെതറൊക്കെ എങ്ങനെയുണ്ട്, നിനക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ നിനക്ക് അവിടെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ, അല്ലെങ്കിൽ അവിടെ മലയാളീസ് ഉണ്ടോ, നീ അവിടെ ഓക്കെ അല്ലേ. എത്ര ദിവസത്തേക്ക് ഉണ്ടാവും ഈ ഫോൺ വിളി? ഈ ഫോൺ വിളി അവസാനിക്കാനായിട്ട് ഒരൊറ്റ ദിവസം മതി. നമ്മൾ ഈ യൂറോപ്പിലോട്ടൊക്കെ കയറി വരുമ്പോഴേക്കും അവിടെ എന്താ പറയുക, ക്യാഷിൻ്റെ മരം പിടിച്ച് കുലുക്കാന്നുള്ള ചിന്താഗതിയാണ് നാട്ടിലുള്ള എല്ലാവർക്കും ഒത്തിരി പേർക്കും വരുന്നത്. പക്ഷെ നമ്മൾ ചങ്ക് പോലെ കൊണ്ടുനടന്ന ഫ്രണ്ട്സും കൂടെ അങ്ങനെ വിചാരിക്കണ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് അവരൊരു ഫിനാൻഷ്യൽ ആവശ്യത്തിന് നമ്മളോട് ചോദിച്ചു നിൽക്കുക. പക്ഷേ നമ്മുടെ ഭാഗത്ത് നമ്മൾ പറയാണ്, എല്ലാവരും നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ കണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ ആദ്യം ഫസ്റ്റ് എക്സ്പീരിയൻസിൽ ഞാനും ഭയങ്കര ഡൗണൊക്കെ ആയിരുന്നു. പിന്നീട് ഓരോരോ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചു, ഇവരെയൊന്നും കണ്ടിട്ടല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്, ഇവരെയൊന്നും കണ്ടിട്ടല്ലല്ലോ നമ്മൾ ജീവിച്ച് തുടങ്ങിയത് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും. അതൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ അതാലോചിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ ഉള്ളതാണ്, സ്ഥിരമായിട്ടുള്ളതാണെങ്കിൽ അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാത്ത സിറ്റുവേഷനിലാണെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷനിലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇടയിൽ വെച്ച് പോകുന്നവരൊക്കെ എന്താ, നമ്മൾ ബസ്സിൽ കയറുമ്പോൾ പല യാത്രക്കാർ കയറും, അവരോരോ സ്റ്റെപ്പ് എത്തുമ്പോൾ ഇറങ്ങിപ്പോവും. ആ ഒരു മൈൻഡ് സെറ്റിൽ കാണണം. ആലോചിച്ച് വിഷമിക്കരുത്. ഇതുപോലെ യൂറോപ്പിലോട്ട് വന്ന് ഫ്രണ്ട്ഷിപ്പ് കുറേയൊക്കെ നഷ്ടപ്പെട്ട കുറേ പേര് എക്സ്പീരിയൻസ് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ എടുത്താൽ മതി. നമുക്ക് കൂടെ ഉള്ളവർ ആരാണോ അത് ഒരാളോ രണ്ടാളോ മതി, അവർ മതി. നമുക്ക് ഒത്തിരി പേരുണ്ടായിട്ടും കാര്യമില്ല. ഒത്തിരി പേരുണ്ടായാലും ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി. ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കുറേ പേരുണ്ടാവും, ഇതിനെ നെഗറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം, വിമർശനങ്ങളുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ.